ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മുടിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റുമായിട്ടാണ്. കോല് പോലെ നീളത്തിൽ ഒത്തിരി മുടി ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള മുടിയെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക, നല്ല സിൽക്കി ആയിട്ട് നല്ല ഷൈനി ആയിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. മുടിയുടെ ആരോഗ്യമില്ലായ്മയ്ക്ക് കാരണം താരൻ അല്ലെങ്കിൽ മുടിയുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പോഷകക്കുറവ് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ, പിന്നെ കൂടുതലും ഒരുപാട് കെമിക്കലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ കെമിക്കലുകളൊന്നുമില്ലാതെ പ്രകൃതിദത്തമായി മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും, അത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ. മുടിയുടെ കട്ടി കുറയൽ, വരൾച്ച, പൊട്ടൽ, താരനകറ്റാൻ ഇതിനെല്ലാം ഫലപ്രദമായിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെയുള്ള വളരെ നിസ്സാരമായ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ധൈര്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പഴമാണ്. ഇത് റോബസ്റ്റ പഴമാണ്. ഒപ്പം എടുത്തിട്ടുള്ളത് ഒരു മുട്ട, പിന്നെ എടുത്തിട്ടുള്ളത് ഹണി, നമ്മുടെ തേൻ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ. ഇത് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളാണ്. പിന്നെ കൂടാതെ തൈര്. ഇതെല്ലാം നമ്മൾ അടുക്കളയിൽ തന്നെ. ഇതിലും സ്പെഷ്യലായിട്ടുള്ളത് കാസ്റ്റർ ഓയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതൊരു ബോട്ടിൽ മേടിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പഴത്തിന് നമ്മൾ തൊലിയൊക്കെ മാറ്റിയിട്ട് 1-2 പീസായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈര് തന്നെ ആയിക്കോട്ടെ, അത് തന്നെയാണ് നല്ലത്. തൈര് നമ്മളെ തലയിലെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്, അതുപോലെ താരൻ മാറ്റുന്നതിന് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ വെള്ള, ഒരു മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുടിയുടെ നീളം അനുസരിച്ച്, മുടിയുടെ ഉള്ളനുസരിച്ച് മുട്ടയുടെയും ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. മുട്ടയുടെ വെള്ള, മുട്ട നേരെ 2ആയിട്ട് മുറിച്ച് ഒഴിക്കുന്നതിനെക്കാട്ടി എളുപ്പം ഇതുപോലെ ഒരു ചെറിയ സുഷിരം ഇടുക. അതിനുശേഷം മുട്ടയുടെ വെള്ള മാത്രം അതിലൂടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കുക. ഇനി മഞ്ഞയും കൂടി ചേർത്താലും പ്രശ്നമില്ല. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിട്ട് തോന്നിയിട്ടുണ്ട്. വെള്ളം മാത്രമാകുമ്പം അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹണിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഹണി. ഇതൊരു വലിയ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഹണി ചേർത്ത് കൊടുക്കാം. പലരും ഇപ്പോൾ പറയുമായിരിക്കും കേട്ടറിവ് കൊണ്ട് ഹണി മുടിയിൽ ഉപയോഗിച്ചാൽ മുടി നരയ്ക്കുമെന്ന്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും ഒത്തിരി ചെറിയൊരു തെറ്റിദ്ധാരണയാണെന്ന് തന്നെ പറയാം. ഹണി ഉപയോഗിക്കുന്നുണ്ട് മുടി നരയ്ക്കണമെന്നില്ല. പിന്നെ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതല്ല. ഈ ഒരു പാക്ക് നമ്മൾ മാസത്തിൽ 2 തവണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ ചേർത്ത് കൊടുക്കുന്ന ആവണക്കെണ്ണയാണ്, അതായത് നമ്മുടെ കാസ്റ്റർ ഓയിൽ. ഇത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പേര് കേട്ട സംഭവമാണ് മുടി വളരുന്നതിന്. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കാസ്റ്റർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ടയും നമ്മൾ തൈരും പഴവും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. പഴം ചെറിയ ചില പീസുകളായിട്ട് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഹണിയും ആവണക്കെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് നമ്മുടെ തലയോട്ടി മുതൽ വേര് വരെ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ തേക്കുന്നത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്തിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പ് സമയമാണ്. അപ്പം ഞാൻ എന്തായാലും പാക്ക് ഇടാൻ തന്നെ തീരുമാനിച്ചു. ഒരു ചെറുതായിട്ടൊരു ഉച്ച സമയമാകുമ്പോഴത്തേനൊക്കെ ഇട്ടാൽ ചെറുതായിട്ട് വെയിലൊക്കെ തെളിയും, അതുകൊണ്ട് വലുതായിട്ട് തണുപ്പടിക്കത്തില്ല. അപ്പം മുടിയിൽ ഇതുപോലെ വേരിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടോ, വല്ലാതെ ഡ്രൈനെസ് ആയിട്ട്, പ്രത്യേകിച്ചും വിൻ്ററും കൂടെ ആയതുകൊണ്ട് വല്ലാത്തൊരു ഡ്രൈനെസ് ആണ് മുടിക്ക് എപ്പോഴും. അതുപോലെ അറ്റം പിളറൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മുടി പൊട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ മുടി സ്വാഭാവികമായിട്ടും കട്ടിയുള്ളതാണ്. പിന്നെ ഇതുപോലെയുള്ള പാക്കുകൾ പല ഓയിലിൻ്റെയും വീഡിയോയും ഞാൻ
ഇതിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് എങ്കിൽ പോലും ഇപ്പോൾ വിൻ്റർ സമയത്ത് വല്ലാത്തൊരു കട്ടി കുറയൽ അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ് ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പഴം മുടിയുടെ ഈ കട്ടി കുറയലിന്, വരൾച്ച, മുടി പൊട്ടുന്നതിന്, താരൻ മാറുന്നതിന് ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ പഴത്തിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി തലയിലെ ചൊറിച്ചിൽ മാറ്റുന്നതിന്, താരന് എല്ലാം മാറ്റാൻ സഹായിക്കും. അതുപോലെ മുട്ട അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള മുടിയിൽ പ്രോട്ടീൻ നൽകുന്നതാണ്. നമ്മുടെ മുടിക്ക് പ്രോട്ടീനൊക്കെ കുറയുമ്പോഴാണ് ഇതുപോലുള്ള താരൻ്റെ പ്രശ്നങ്ങൾ, ഡ്രൈനെസ് അല്ലെങ്കിൽ മുടി പൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പാർലറിൽ പോയി പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും മിക്സ് ചെയ്യുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. ഈ പഴവും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടെ. പിന്നെ തൈരാണെങ്കിൽ മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ അറ്റം വിളരുന്നത് തടയാനും ഒക്കെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിൽക്കുന്നതിനും വളരെ നല്ലതാണ് തൈര് ചേർക്കുന്നത്. മുടി ഡ്രൈ ആയി പോകാതെ മുടിയിലെ ജലാംശം നിലനിർത്തുന്നതിനും മുടി ഇടതൂർന്ന് വളരുന്നതിനും നല്ലതാണ് തൈര്. അതുപോലെ ഹണി, ഞാൻ നേരത്തെ പറഞ്ഞു, പലരും വിചാരിക്കുന്നുണ്ടാവും ഹണി മുടി നരപ്പിക്കുമെന്ന്. പക്ഷേ അത് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ഒന്നും ഉപയോഗിക്കുന്നതല്ല. മുടിയുടെ കളറിന് ഒരു സ്വല്പം കുറവുണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ മുടി നരയ്ക്കുമെന്ന് പറയുന്നത് തികച്ചും തെറ്റിദ്ധാരണയാണ്. പ്രകൃതിദത്തമായ ഒരു വാക്സിൻ തന്നെയാണ് ഹണി എന്ന് വേണമെങ്കിൽ പറയാം. മുടിയുടെ നല്ലൊരു കണ്ടീഷണറാണിത്. മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ ബലം കിട്ടുന്നതിന് നല്ലതാണ് തേൻ അഥവാ ഹണി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ മുടി വല്ലാത്ത വരണ്ടു പോവും. ഈ വരൾച്ചയ്ക്കും എൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഒതുങ്ങത്തില്ല. ഇങ്ങനെ ഒതുങ്ങാത്ത മുടിക്കൊക്കെ മുടിക്ക് ഒതുക്കം കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കെരാറ്റിൻ മുടിക്ക് കരുത്ത് നൽകുന്നു. അതുപോലെ മുടിയിലെ കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നു. തലയിലെ ചർമ്മത്തിന് സോറിയാസിസ്, എക്സിമ പോലുള്ള രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം നല്ലതാണ് തേൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാനിവിടെ ചേർത്തിട്ടുള്ള കാസ്റ്റർ ഓയിൽ മുടിയുടെ വരൾച്ച മാറ്റുന്നതിന്, നമ്മുടെ തലയിലെ ചർമ്മത്തിനുള്ള ആരോഗ്യം നിലനിർത്തുന്നതിന്, മുടി കൊഴിച്ചിൽ തടയുന്നതിന്, അതുപോലെ ഉണങ്ങിയ ശിരോചർമ്മത്തിന് ഈർപ്പം നിലനിർത്തുന്നതിനും ഒക്കെ നല്ലതാണ്. തലയിലെ അഴുക്ക് മാറ്റി ചർമ്മം ഫലപ്രദമായി ശുദ്ധീകരിക്കുന്നതിനും കാസ്റ്റർ ഓയിൽ നല്ലതാണ്. അതുപോലെ നമ്മൾ എന്ത് ഹെയർ പാക്ക് ഉപയോഗിച്ചാലും അതിലൊരൽപ്പം ആവണക്കെണ്ണ ചേർക്കുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ, നമുക്ക് 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. 1 മണിക്കൂർ ഇതുപോലെ ഒന്ന് ഉണങ്ങാനായിട്ട് വിട്ടുകൊടുത്തേക്കുക. അതിനുശേഷം നോർമലായിട്ടുള്ള എന്ത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ മുടിയൊക്കെ കഴുകി നന്നായിട്ട് വെയിലത്ത് പോയി നിന്ന് ഒന്ന് ഉണക്കിയെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അത് എൻ്റെ മുടിയുടെ തിളക്കം കണ്ട് എന്ത് ഭംഗിയായിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ടും എനിക്ക് മതിയാകുന്നില്ല. എൻ്റെ മുടി അത്രയ്ക്ക് നല്ല സിൽക്കി ആയിട്ടുണ്ട്, നല്ല ഷൈനി ആയിട്ടുണ്ട്, എന്ത് രസമുണ്ട്, നല്ല വളരെ കൺട്രോളബിളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.